ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിത് കുമാർ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് പേരക്ക കൃഷിയെ പേരക്കൻ്റെ ഉപയോഗത്തിന് അതിൻ്റെ ഗുണങ്ങളെയും പറ്റിയാണ്. സാധാരണ രീതിയിൽ ഏത് പറമ്പിലും പ്രത്യേകിച്ചൊന്നും സംരക്ഷണവും കൂടാതെ തന്നെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് പേരക്ക. പക്ഷേ ഹൈബ്രിഡ് സൈസൊക്കെയാണ്, ധാരാളം കായകളുണ്ടാവും, എളുപ്പത്തിലുണ്ടാവും. എൻ്റെ വീട്ടിലേക്കുള്ള പേരെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതിൽ ഒരു വലിച്ചെറിയുന്നതിൽ നിന്ന് മുളച്ചുണ്ടായതാണ്. വലിയ പേരക്കന്മാരാണ്, ധാരാളം കായ് ഉണ്ടാവുന്നത്, വലിയ കായാണ് ഉണ്ടാവുന്നത്. പക്ഷെ അത് നല്ല വിത്തായതുകൊണ്ടായിരിക്കാം. പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും വേണ്ട, വളത്തിൻ്റെ വലിയ പോലുണ്ടാവും, ചാണപ്പൊടി മാത്രം ഇട്ടാൽ മതി. വെള്ളം കെട്ടി ചെയ്യാത്ത സ്ഥലത്താണ് ഇത് ശരിക്കും ഉണ്ടാവുന്നത്. ഇതൊന്നുമല്ല, എല്ലാതരം കൃഷി അങ്ങനെയുള്ള സ്ഥലത്താണ് ശരിക്കും ഉണ്ടാവുന്നത്. ഇതിന്റെ ഗുണങ്ങൾ നാട്ടുമ്പുറത്തും നഗരത്തിലും ഒരുപോലെ കിട്ടുന്നൊരു സാധനമാണ്. യുനാനിയിലും ആയുർവേദത്തിലും അലോപ്പതിയിലും ഒക്കെ പ്രകീർത്തിക്കുന്ന ഇതിന്റെ ഔഷധ ഗുണങ്ങൾ ധാരാളമുണ്ട്. ഒരു ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ളതിനേക്കാൾ 5-6 ഇരട്ടി വിറ്റാമിൻ സി ഒരു പേരക്കയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. കൂടാതെ അന്നജം, മാംസ്യം, കൊഴുപ്പ്, കാൽസ്യം, വിറ്റാമിൻ ബി, ഫോസ്ഫറസ്, ഇരുമ്പ് മുതലായവയും ഇതിലുണ്ട്. പ്രമേഹം, രക്തദൂഷ്യം, വിഷബാധ, ദഹനേന്ദ്രിയ രോഗങ്ങൾ, വിരശല്യം, മൂത്രാശയ രോഗങ്ങൾ, ഉന്മേഷക്കുറവ് മുതലായ പല രോഗങ്ങളെയും ചെറുക്കുന്നതിൽ പേരക്കയ്ക്ക് ഗണ്യമായ കഴിവുണ്ട്. ആർക്കും എപ്പോൾ വേണമെങ്കിലും വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന പേരക്കയെ ജനകീയ പഴമെന്ന് വിശേഷിപ്പിക്കാം. ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ തോട്ടങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ മറ്റുള്ള ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടല്ല, രാസവളങ്ങളും അതുപോലെ കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കും. കാരണം ഇലേൻ്റെ അടിയിൽ ഈ വെള്ളീച്ച പോലെയുള്ള പ്രാണികളൊക്കെ എത്തിപ്പെടും. അപ്പം അതിനൊക്കെ ഒഴിവാക്കാനുള്ള കീടനാശിനിക്ക് അടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കുന്ന പേരക്ക തന്നെയാണ് എല്ലാം കൊണ്ടും നല്ലത്.